കലാസാഹിത്യ സൃഷ്ടികൾ കാലത്തെ അതിജീവിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലെ എ പത്മനാഭൻ നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിനെ സ്വാധീനിക്കുക മാത്രമല്ല, അതിനെ നിർണ്ണയിക്കുക തന്നെ ചെയ്യുന്ന ശക്തിയായി മാറിയിട്ടുണ്ട് കലാസാഹിത്യ സൃഷ്ടികൾ. സാഹിത്യകൃതിയുടെ രചനവേളയിൽ അത്തരത്തിലുള്ള സാമൂഹ്യ ദൌത്യങ്ങളെക്കുറിച്ച് എഴുത്തുകാരൻ ചിന്തിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ സാഹിത്യ സൃഷ്ടികളും കലാവിഷ്കാരങ്ങളും വലിയ രൂപത്തിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ആ സമൂഹങ്ങളെ നവീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് സാഹിത്യ പ്രവർത്തനങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയാനാകും. ഒരു കവിതയോ നോവലോ വായിച്ചു തീർക്കുമ്പോഴും ഒരു സിനിമ കണ്ട് പൂർത്തിയാക്കുമ്പോഴും നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളെല്ലാം കൂടുതൽ വലിപ്പമുള്ള മനുഷ്യരായി മാറും. അങ്ങനെ മാറുമ്പോൾ പുതിയ ലോകം സാധ്യമാകും. ഈ കാലം അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ തീർച്ചയായും അർഹിക്കുന്നുണ്ട്. ഒരാളുടെ കൈകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നുവെങ്കിൽ വേദനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ്, കൈകളാണ്. എന്നാൽ നമ്മുടെ സഹോദരങ്ങളെ അമേരിക്കയിൽ ചങ്ങലയിൽ പൂട്ടിത്തള്ളുകയാണ്. മനുഷ്യന്റെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് ഇപ്പോഴും നാടുകടത്താം എന്ന് ചിന്തിക്കുന്നവരാണ് ലോകത്തിന്റെ മേധാവിത്വം വഹിക്കുന്നത്. അതിനെതിരെ ഒരു വാക്കു പറയാൻ ശേഷിയില്ലാത്തവരായി രാജ്യം ഭരിക്കുന്നവർ മാറി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി പ്രധാനമന്ത്രിയും കൂടെയുള്ളവരും മാറിയെന്നും എം സ്വരാജ് കൂട്ടിച്ചേർത്തു. ചരിത്രത്തിൽ സമൂഹത്തിൽ ഏതു തരത്തിലുള്ള സ്വാധീനമാണ് ചെലുത്താനാവുക എന്നതിനെക്കുറിച്ച് ആർക്കും സംശയമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു തീർപ്പിനല്ല ഞാൻ മുതിരുന്നത്. കലയുടെ ലക്ഷ്യമെന്ത് എന്നതിനെക്കുറിച്ച് ദീർഘങ്ങളായ ചർച്ചകൾ നമ്മുടെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ ഇനിയും തുടരുകയും ചെയ്യും. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവുകയും ചെയ്യും. അത്തരം സംവാദങ്ങൾ അനസ്യൂതം തുടരട്ടെ. പക്ഷെ ഒന്നുണ്ട്, ഏത് നിലപാട് ആര് സ്വീകരിച്ചാലും കലാസൃഷ്ടികൾ, സാഹിത്യകൃതികൾ നമ്മുടെ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത അടയാളങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തീർത്തിട്ടുണ്ട്. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു അധ്യക്ഷനായി. എഴുത്തുകാരായ അശോകൻ ചെരുവിൽ, ടി ഡി രാമകൃഷ്ണൻ, ചലച്ചിത്ര പ്രവർത്തകൻ പ്രിയനന്ദനൻ, നടൻ ഇർഷാദ് അലി, സി ജി രഘുനാഥ്, പി ആർ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അലോഷി പാടുന്നു എന്ന പേരിൽ ഗസൽ രാവ് അരങ്ങേറി.